ചൈന നേപ്പാൾ അതിർത്തിയിൽ പ്രകൃതി താണ്ഡവമാടിയപ്പോൾ പൊലിഞ്ഞത് നൂറുകണക്കിന് ജീവനുകളാണ്. എന്നാൽ ആ ദുരന്തം അവിടെ അവസാനിക്കുന്നില്ല. ഏതു നിമിഷവും പൊട്ടിത്തകർന്ന് വലിയൊരു പ്രളയമായി മാറാൻ സാധ്യതയുള്ള ഒരു കൃത്രിമ തടാകം അതിർത്തിയിൽ രൂപപ്പെട്ടിട്ടുണ്ടെന്ന കടുത്ത മുന്നറിയിപ്പാണ് ചൈന ഇപ്പോൾ നൽകിയിരിക്കുന്നത്. ഈ മുന്നറിയിപ്പ് കേവലം നേപ്പാളിനെ മാത്രമല്ല ബാധിക്കുന്നത്, മറിച്ച് താഴേക്ക് ഒഴുകുന്ന നദികളിലൂടെ ഈ പ്രളയജലം എത്തുന്ന ഇന്ത്യയും ഇപ്പോൾ കനത്ത ജാഗ്രതയിലാണ്. ഒരു മഞ്ഞുമല ഇടിഞ്ഞു വീണുണ്ടായ ഈ ദുരന്തം ഒരു ഹിമാലയൻ സുനാമി പോലെയാണ് അതിർത്തി ഗ്രാമങ്ങളെ വിഴുങ്ങിയത്. നേപ്പാളിൽ മാത്രം ഇതുവരെ 392 മൃതദേഹങ്ങളാണ് ചെളിയിൽ നിന്നും കണ്ടെടുത്തത്. 517 വിദേശ വിനോദസഞ്ചാരികൾ ഉൾപ്പെടെ 910 പേരെ ഇനിയും നേപ്പാളിൽ കണ്ടെത്താനുണ്ട്. മറുവശത്ത് ചൈനീസ് അതിർത്തിയായ ടിബറ്റിലും സ്ഥിതി വ്യത്യസ്തമല്ല. അവിടെ 3 പേർ മരിക്കുകയും 260 വിദേശികൾ ഉൾപ്പെടെ 558 പേരെ കാണാതാവുകയും ചെയ്തു. മൊത്തത്തിൽ 1400-ലധികം മനുഷ്യരെയാണ് ചെളിക്കടിയിൽ തിരയുന്നത്. ഇതൊരു വലിയ ശ്മശാനമായി മാറിയിരിക്കുന്നു. എങ്ങും മനുഷ്യരക്തം കലർന്ന ചെളി മാത്രമാണ് അവശേഷിക്കുന്നത് എന്നാണ് ദുരന്തത്തെ അതിജീവിച്ച ഒരാൾ വാർത്താ ഏജൻസികളോട് പ്രതികരിച്ചത്. ഈ വലിയ ദുരന്തത്തിന് പിന്നാലെയാണ് പുതിയ ഭീഷണി രൂപപ്പെട്ടിരിക്കുന്നത്. വലിയ തോതിൽ മണ്ണും മരങ്ങളും അവശിഷ്ടങ്ങളും വന്ന് മൂടിയതോടെ നദിയുടെ ഒഴുക്ക് തടസ്സപ്പെടുകയും അതിർത്തിയിൽ വലിയൊരു കൃത്രിമ തടാകം രൂപപ്പെടുകയും ചെയ്തു. വരും ദിവസങ്ങളിൽ മഴ തുടരുമെന്നതിനാൽ അടുത്ത 3 ദിവസത്തിനുള്ളിൽ 30 ലക്ഷം ഘനമീറ്റർ വെള്ളം കൂടി ഈ തടാകത്തിലേക്ക് ഒഴുകിയെത്തുമെന്നാണ് കണക്കാക്കുന്നത്. ഇത്രയും വലിയ ജലസമ്മർദ്ദം താങ്ങാനാവാതെ ഈ തടാകം ഏത് നിമിഷവും പൊട്ടിത്തകർന്ന് താഴേക്ക് കുതിച്ചേക്കാം എന്നാണ് ചൈനീസ് അധികൃതരും നേപ്പാൾ ഫ്ലഡ് ഫോർകാസ്റ്റിംഗ് ഡിവിഷനും മുന്നറിയിപ്പ് നൽകുന്നത്. ഇവിടെയാണ് ഇന്ത്യ അതീവ ജാഗ്രത പുലർത്തുന്നത്. നേപ്പാളിൽ നിന്നുള്ള പ്രധാന നദികളെല്ലാം താഴേക്ക് ഒഴുകി എത്തുന്നത് ഇന്ത്യയിലേക്കാണ്, പ്രത്യേകിച്ചും ബീഹാർ, ഉത്തർപ്രദേശ് തുടങ്ങിയ സംസ്ഥാനങ്ങളിലേക്ക്. അതിർത്തിയിലെ ഈ വലിയ തടാകം പൊട്ടുകയാണെന്നുണ്ടെങ്കിൽ ലക്ഷക്കണക്കിന് ഘനമീറ്റർ വെള്ളവും ചെളിയും അതിവേഗം ഇന്ത്യൻ നദികളിലേക്ക് ഇരച്ചെത്തും. ഇത് വൻ നാശനഷ്ടങ്ങൾക്കും വെള്ളപ്പൊക്കത്തിനുമൊക്കെ കാരണമാകും. ഈ ഭീഷണി മുന്നിൽ കണ്ട് അതിർത്തിയിലെ നദികളിലെ ജലനിരപ്പ് ഇന്ത്യൻ അധികൃതർ സസൂക്ഷ്മം നിരീക്ഷിച്ചു വരികയാണ്. ഒരു വശത്ത് കാണാതായവർക്കായി 800-ലധികം ചൈനീസ് രക്ഷാപ്രവർത്തകരും നേപ്പാൾ സേനയും ജീവൻ പണയം വെച്ച് തിരച്ചിൽ തുടരുമ്പോൾ വരാനിരിക്കുന്ന വലിയൊരു ആപത്തിനെ തടയാൻ അതീവ ജാഗ്രതയോടെ നിലകൊള്ളുകയാണ് ഇന്ത്യ. ന്യൂസ് ഡെസ്ക് മലയാളം.